ഇന്ന് വൈകിട്ട് വിൻഷേട്ടൻ നേരത്തെ വന്നോണ്ട് തന്നെ വൈകിട്ടത്തെ കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്ര വലിയ സ്പെഷ്യലൊന്നും അല്ല, നോർമലി നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, നുറുക്ക് ഗോതമ്പ് എന്ന് പറയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഗോതമ്പ് ഇതൊന്ന് ചെറുതായി കഴുകി എടുത്തു കേട്ടോ. പിന്നെ സബോളയും പച്ചമുളകും മറ്റേ ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ നമ്മുടെ വെള്ളം ഒഴിക്കുക. ഞാൻ എൻ്റെ ഒരു കണക്കിനാട്ടോ വെള്ളം ഒഴിക്കേണ്ടത്, പ്രത്യേകിച്ച് വലിയ അളവോ കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തോടക്കനെ കോരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വൈകുന്നേരത്ത്. അതാണ് ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചേക്കണത്. പിന്നെ ഇത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാ ആ നേരം കണ്ട അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുവേ. അപ്പോൾ ഇത് ഒന്നും കൂടിയും ഇളക്കി കൊടുത്തു, അടി പിടിക്കാണ്ടിരിക്കാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ശർക്കര കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പാത്രത്തിലേക്ക് മാറ്റി. ഇത് ശർക്കര പൊടിയാട്ടോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടോ. പിന്നെ ഇതേ പ്ലേറ്റിലേക്ക് മാറ്റി തേജുവിന് എനിക്കും വിൻഷേട്ടനുള്ള സ്പൂണൊക്കെ വെച്ചു. പിന്നെ നമ്മളിതേ കഴിക്കാൻ നോക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് തേജു ചെറുതായിട്ടൊന്ന് തല്ലുകൂടി പിണങ്ങിപ്പോയിട്ടോ ഞങ്ങളുടെ അടുത്ത് നിന്ന്. അവൻ കഴിക്കാൻ വന്നിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വലിയ മൈൻഡിന് അവൻ്റെ അടുത്ത് നിന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നടക്കണതാട്ടോ ഈ കാണുന്നത്. പിന്നെ പിണക്കം മാറ്റാൻ വിൻഷേട്ടൻ്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസിന് തുടക്കം കുറിച്ചത് നമ്മുടെ തേജപ്പൻ തന്നെയാണ് കേട്ടാ. സൈഡിൽ സൈലൻ്റായി നിൽക്കണ വിൻഷേട്ടൻ എങ്ങനെ വയലൻ്റായെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടണില്ല കേട്ടോ. കുറേ നേരം അവന് പാട്ട് വെച്ചുകൊടുത്ത് നിൽക്കുകയായിരുന്നു. പിന്നെ കൺട്രോൾ പോയിട്ട് ഗോതയിലേക്ക് വിൻഷേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും തേജും തല കുത്തി നിന്നിട്ടും വിൻഷേട്ടനെ ഞങ്ങൾക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടോളോ. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ നേരത്തെ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഇടിയും മഴയും കാരണം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഓടി വരുമെന്നൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ രണ്ട് പാവകളെ എനിക്ക് ഓഫാക്കാൻ പറ്റിയത്. കഴിഞ്ഞ വീഡിയോയിലെ ടിൻറ്റുമോൻ എന്നുള്ള പേര് ഞാൻ ചെറുതായിട്ടൊന്ന് ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു തെറ്റൂലെന്ന് എനിക്കിപ്പോ നല്ല ഉറപ്പുണ്ട്. കാരണം ഭീമന്റെ ശരീരം ടിൻറ്റുമോന്റെ സ്വഭാവമാണെന്ന് എനിക്കും തേജുവിനും അല്ല അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കൂടി മനസ്സിലായില്ല. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.